എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മളുടെ ഡാറ്റാബേസിലത്തെ അല്ലെങ്കിൽ ഒരു ടേബിളിലത്തെ വാല്യൂ എങ്ങനെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം, സെലക്ട് ക്വറി യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എങ്ങനെ ഫെച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചത്. ഓക്കെ, ആ വീഡിയോ ഞാനവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ, പ്രോസസ്സിങ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്, അത് ഞാൻ ആദ്യത്തെ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അത് ഓപ്പൺ ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതിന് മുൻപ് ഞാൻ എന്താണ് ഇന്ന് പഠിക്കാൻ പോകുന്നതെന്നുള്ളത് പറയാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ടേബിൾ ഉണ്ട്, ഷാനിംസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്, സോറി ഡാറ്റാബേസ് ഉണ്ട്, ഡാറ്റാബേസ്. ഓക്കെ, എൻ്റെ കയ്യിലൊരു ആ ഡാറ്റാബേസിലൊരു ടേബിൾ ഉണ്ട്, എന്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേബിൾ ഉണ്ട്. ഓക്കെ, ആ ടേബിളിൻ്റെ ഫീൽഡുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റുഡൻറ് നെയിം, പിന്നെ എന്തായിരുന്നു ഇമെയിൽ എന്നൊക്കെയായിരുന്നു പോലത്തെ ഫീൽഡുകൾ. നമുക്കൊന്ന് ഓപ്പൺ ആയിട്ട് നോക്കട്ടെ. പിന്നെ ഏജ് ഉണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു, അല്ലേ? ഇതൊക്കെയായിരുന്നു ആ ടേബിളിലത്തെ ഫീൽഡ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡാറ്റ ടൈപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ഇതിന് വാർക്കാർ 20 ആയിരുന്നു, പിന്നെ ഇമെയിലിന് വാർക്കാർ 20 ആയിരുന്നു, ഏജിന് ഇൻറ്റ് ആയിരുന്നു, ഫോണിന് ബിഗിൻ്റ് ആയിരുന്നു, അല്ലേ? അത്രയൊക്കെ തന്നെയല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഈ ഡാറ്റ ടൈപ്പ് ഒന്ന് മാറ്റണം. ഫോർ എക്സാമ്പിൾ, ഈ ടേബിളിനൊന്ന് ഓൾട്ടർ ചെയ്യണം. ഓക്കെ, ഓൾട്ടർ. എനിക്ക് ഈ വാർക്കാർ 20 മാറ്റിയിട്ട് ഒരു 30 ആക്കണം. അതല്ലെങ്കിൽ ഈ ഏജ് ഇൻറ്റ് മാറ്റിയിട്ട് എനിക്കത് ബിഗിൻ്റ് ആക്കണം. അതിനെന്ത് ചെയ്യും? അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ്, എന്താ പറ്റി കണക്റ്റ് ആയിട്ടില്ല, അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓൾട്ടർ. ഓൾട്ടർ ക്വറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുക, ഈ ഡാറ്റ ടേബിളിൻ്റെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കുക, ഓൾട്ടർ എന്നുള്ള ക്വറി നമ്മൾ യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ, കണക്ട് ചെയ്യട്ടെ. സോറി. ഓക്കെ, അപ്പോൾ ഓൾട്ടർ എന്നുള്ള ക്വറി നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ ടേബിൾ ഏതായിരുന്നു? സോറി, DB ഏതായിരുന്നു? ഷാനിംസ് അല്ലേ? ഇപ്പോൾ യൂസ് ഷാനിംസ് കൊടുത്തു ഞാൻ. അതിൽ ടേബിൾ ഏതായിരുന്നു? ഓൾട്ടർ ക്വറി. കമൻറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? കമൻറ്റ് എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ? അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ യൂസേജ് എഴുതി വെക്കണമെന്നുള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കലോ, അത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്റ്റർ, എക്സിക്യൂട്ട് ചെയ്യട്ടെ. അപ്പോൾ അതിലത്തെ എല്ലാ വാല്യൂസും നമ്മുടെ വന്നിട്ടുണ്ട്. സ്റ്റുഡൻറ് നെയിം, ഏജ്, ഫോൺ. ഇനി ഇപ്പോൾ SP ഹെൽപ്പ് രജിസ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ കാണാം. ഓക്കെ, സ്റ്റുഡൻറ് നെയിം വാർക്കാർ 20, ഏജ് ഇൻറ്റിജർ, ഫോണ് ബിഗ് ഇൻറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇമെയിലും കൊടുത്തിട്ടില്ല, അല്ലേ? ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിലത്തെ സ്റ്റുഡൻറ് നെയിമിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ സൈസ് 20 മാറ്റിയിട്ട് എനിക്ക് 40 ആക്കണം. അതിനെന്ത് ചെയ്യും? അതിനൊക്കെ വേണ്ടിയിട്ടാണ്, ടേബിളിൽ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ക്വറി യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പം അതിനായിട്ട് ഓൾട്ടർ എന്താണ്? ഓൾട്ടർ ടേബിൾ എന്നുള്ള ക്വറി കേട്ടോ, ഓൾട്ടർ ടേബിൾ. ഇനി ടേബിളിൻ്റെ പേര് കൊടുക്കുക, എന്താണ്? രജിസ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ഓൾട്ടർ ചെയ്യേണ്ടത്? ഓൾട്ടർ
കോളം അല്ല ഓൾട്ടർ ചെയ്യണ്ടേ, കോളത്തിന്റെ പേര് എന്തായിരുന്നു? സ്റ്റുഡന്റ് നെയിം സ്പേസ് വാർക്കാർ എത്രയായിട്ടാണ്? 40 ആയിട്ടാണ് ഓൾട്ടർ ചെയ്യേണ്ടത്. ആദ്യം ഓൾട്ടർ ടേബിൾ കൊടുത്തിട്ട് ടേബിളിന്റെ പേര് കൊടുത്തു. ഇനി ഓൾട്ടർ കോളം കൊടുത്തിട്ട് ആ കോളത്തിന്റെ പേര് കൊടുക്കുക. ഇനി എത്രയാണ് സൈസ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, ഞാനതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കമാൻഡ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. നമുക്ക് വീണ്ടും ഈ രജിസ്റ്റർ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, സ്ട്രക്ചർ ഒന്ന് നോക്കാം. കണ്ടോ, സ്റ്റുഡന്റ് നെയിമിന്റെ ലെങ്ത് എത്രയായി? 40 ആയിട്ട് മാറി ഇല്ലേ? ഇനി എനിക്ക് ഇവിടെ ഏജ് ഉണ്ട്. ഏജ് ഇവിടെ ഇൻഡിജർ ആണ്. എനിക്കത് മാറ്റി ബിഗിൻ്റെ ആക്കണം. അതിന് എന്ത് ചെയ്യും? സെയിം കുറി തന്നെ ഓൾട്ടർ ടേബിൾ രജിസ്റ്റർ ഓൾട്ടർ കോളം ഏജ് എന്നിട്ട് എന്ത് കൊടുക്കാം? ബിഗിൻ്റെ എന്ന് കൊടുക്കാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കമാൻഡ്സ് റൺ സക്സസ്ഫുള്ളി. സ്ട്രക്ചർ നോക്കുമ്പോൾ ഏജ് എന്തായിട്ട് മാറി? ബിഗിൻ്റെ ആയിട്ട് മാറി. ക്ലിയർ ആയോ? ഇതിപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോളത്തിന്റെ ഡാറ്റ ടൈപ്പാണ് നമ്മൾ മാറ്റിയത്. ഇനി എനിക്ക് പുതിയതായിട്ടൊരു ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോളം ആഡ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യും? സെയിം ഓൾട്ടർ കമാൻഡ് തന്നെ യൂസ് ചെയ്യും. എങ്ങനെ? ഓൾട്ടർ ടേബിൾ രജിസ്റ്റർ. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ആഡ്. കോളം ആഡ് ചെയ്യല്ല വേണ്ടേ, അപ്പൊ അതിന് ആഡ് എന്ന് കൊടുത്തു. ആഡ് കോളത്തിന്റെ പേര് കൊടുക്കുക, ഇമെയിൽ, അതിന്റെ ടൈപ്പ് കൊടുക്കുക വാർക്കാർ. ഞാനിപ്പോൾ ഒരു 30 കൊടുക്കും. ഇനി അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. കമാൻഡ്സ് റൺ സക്സസ്ഫുള്ളി, കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇനി സ്ട്രക്ചർ എടുത്ത് നോക്കിയേ, കണ്ടോ, ഒരു ഇമെയിലിന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫീൽഡും കൂടി വന്നു. ക്ലിയർ ആയോ? ഇനി ഞാൻ വേണമെങ്കിൽ സെലക്ട് സ്റ്റാർ കംപ്ലീറ്റ് ടേബിൾ ഒന്ന് നമുക്ക് നോക്കാം. അതെ, ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് പുതിയ ഫീൽഡ് വന്നു. ഇവിടെയൊക്കെ എന്താണ്? വാല്യൂസ് നള്ളാണ്, കാരണം നമ്മൾ അവിടേക്കൊന്നും വാല്യൂസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഇനി നമുക്ക് ഈ ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോളം ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഈ ഓൾട്ടർ എന്നുള്ളത് വെച്ചിട്ട്. എങ്ങനെയാണ്? ഓൾട്ടർ ടേബിൾ രജിസ്റ്റർ ഡ്രോപ്പ്. ഓക്കെ, ഡ്രോപ്പ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഡ്രോപ്പ് എന്താണ്? ഡ്രോപ്പ് കോളം. ഓക്കെ, ഡ്രോപ്പ് കോളം, കോളത്തിന്റെ പേര് ഞാൻ ഇമെയിലിന് കൊടുത്തു. നമ്മൾ ആഡ് കൊടുത്തില്ലേ, അതേപോലെ തന്നെ ഡ്രോപ്പ് കൊടുത്തു. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. കമാൻഡ്സ് റൺ സക്സസ്ഫുള്ളി. ഇനി ഞാൻ സെലക്ട് സ്റ്റാർ കൊടുത്തോക്കട്ടെ. കണ്ടോ, ഇമെയിൽ എന്നുള്ളത് പോയി. ഓക്കെ, അപ്പൊ ഞാൻ പുതിയതായിട്ട് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. ഇമെയിലിന് പകരം ലൊക്കേഷൻ എന്നുള്ളത് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എന്നുള്ളത് ആഡ് ചെയ്യണു. സെലക്ട് സ്റ്റാർ കൊടുക്കുമ്പോൾ ലൊക്കേഷൻ ഫീൽഡ് നള്ളായിട്ട് വന്നു. ഓക്കെ, ഇതാണ് ഓൾട്ടർ കമാൻഡിന്റെ യൂസേജ് എന്ന് പറയുന്നത്. നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡുകളുടെ ഡാറ്റ ടൈപ്പിന്റെ സൈസും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് പറ്റും, ഡാറ്റ ടൈപ്പ് മാറ്റാനായിട്ട് പറ്റും, പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും, അത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓൾട്ടർ കമാൻഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ സെലക്റ്റിൽ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു ടേബിളിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക എങ്ങനെയാണെന്നുള്ളതാണ് വിട്ടുപോയത്. അതൊന്നും നമുക്ക് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ഓർ കോപ്പി എ ടേബിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ടേബിൾ രജിസ്റ്റർ എന്നുള്ളതാണല്ലേ. വേറെ ഒറ്റ ടേബിളും ഇല്ലല്ലേ? വേറെ നോക്കട്ടെ, ഡാറ്റാബേസിൽ ലോഡ് ആവട്ടെ കേട്ടോ. ഷാനിംസ് അല്ലേ? ഷാനിംസിൽ ടേബിൾസിൽ നോക്കുമ്പോൾ വരട്ടെ, 3 ടേബിൾ ഉണ്ട്. ലോഗിൻ, ഡി ബി, രജിസ്റ്റർ. നമ്മുടെ ഇപ്പോഴത്തെ ടേബിൾ രജിസ്റ്റർ ആണ്. അപ്പോൾ ആ രജിസ്റ്റർ എന്ന് പറഞ്ഞ ടേബിളിനെ ഞാൻ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഇൻടു എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഇൻടു ഏത് ടേബിളിലോട്ടാണോ ഏത് പേരിലോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് ആ പേര് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ രജിസ്റ്റർ 2 എന്ന് കൊടുത്തു. ഏതിന്നാണ്? ഫ്രം രജിസ്റ്റർ. ക്ലിയർ ആയോ? സെലക്ട് സ്റ്റാർ ഇൻടു രജിസ്റ്റർ 2. രജിസ്റ്റർ 2ലോട്ട് കോപ്പി ചെയ്യുക. ഏതിൽ നിന്ന്? രജിസ്റ്ററിൽ നിന്ന്.
രജിസ്റ്റർ എന്ന് പറഞ്ഞ ടേബിളിലത്തെ എല്ലാ വാല്യൂസും കോപ്പി ചെയ്തിട്ട് പുതിയൊരു ടേബിൾ ആക്കി രജിസ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് സേവ് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് എക്സിക്യൂട്ട് ചെയ്യണു. അപ്പോൾ 4 റോസ് അഫക്റ്റഡ്. ഞാൻ വേണമെങ്കിൽ സെലക്ട് സ്റ്റാർട്ട് ഫ്രം രജിസ്റ്റർ 2 നോക്കും. രജിസ്റ്റർ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത അതേ വാല്യൂസ് തന്നെ ഇതിൽ വന്നു. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിള് കോപ്പി ചെയ്യുക, വേറെ ഒരു ടേബിളിലോട്ട് കോപ്പി ചെയ്യുക. അത് എന്തിനാണ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കണേന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ടേബിൾ ഉണ്ട്, രജിസ്റ്റർ എന്ന് പറഞ്ഞ ടേബിളാണ് ശരിക്കുള്ള ഒരു ടേബിൾ എന്നേക്ക്. അതിലാണ് നമ്മളിങ്ങനെ ഓൾട്ടറും എഡിറ്റും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ടേബിളിനെ അത് എഫക്ട് ചെയ്യും. അല്ലെങ്കിൽ ആ ടേബിൾ കണക്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട് എൻഡ് ആയിട്ട് നമ്മൾ യൂസർ കാണുന്ന ഭാഗത്തിന് ചിലപ്പോൾ എഫക്ട് ചെയ്തെന്ന് വരും. അപ്പോൾ നമ്മൾ എന്താക്കും, ആ ടേബിളിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കും. ആ കോപ്പിയിലായിരിക്കും നമ്മളിങ്ങനെ ഓൾട്ടറും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ ടേബിളിൽ ചേഞ്ചസ് വരാതിരിക്കാനാണ് ഒരു കോപ്പി എടുത്ത് നോക്കണത്. ഞാനിപ്പം ഈ ഞാൻ കാണിച്ചുതരാം. സെലക്ട് സ്റ്റാർ ഫ്രം രജിസ്റ്റർ എന്നും പറയണതും സെയിം ഇത് തന്നെയാണ് വന്നത് അല്ലേ. ഞാൻ എന്താക്കാം, ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ ഇപ്പം ലൊക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഡ്രോപ്പ് കോളൻ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ ഞാൻ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ലൊക്കേഷൻ റിമൂവ് ചെയ്തു. ഇനി രജിസ്റ്ററിലേക്ക് ആട്ടോ റിമൂവ് ചെയ്തത്. രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ നോക്കുമ്പോൾ ലൊക്കേഷൻ ഇല്ല. പക്ഷെ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ടേബിൾ രജിസ്റ്റർ 2, അതിൽ ആ ലൊക്കേഷൻ്റെ ഫീൽഡ് ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ അതാണ് നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം. കാരണം നമുക്ക് എന്താണ്, കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ളതിലായിരിക്കും നമ്മൾ ഇങ്ങനെ ഓൾട്ടറും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്ത് നോക്കാം. ഞാൻ അത് മുന്നേ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടേബിളിൽ നമ്മൾ കൂടുതൽ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം അത് എഫക്ട് ചെയ്താൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടേബിൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ട് അതിലായിരിക്കും ഇങ്ങനെ പെർഫോമൻസ് ചെയ്യുക, കൊറിയൊക്കെ പെർഫോം ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ ഓൾട്ടർ കമാൻഡും പിന്നെ ഈ കോപ്പി ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഈ കമാൻഡ്സ് ഞാൻ എന്താക്കാം, ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കാം. ഓക്കെ, ഇതുവരെയുള്ളത് ഇവിടം വരെയുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിടാം. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക, പഠിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് വരാം. ഓക്കെ, so that's all for today. Thank you.